Hello everyone, welcome to CS Learning Hub. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റാക്ക് ക്യൂ അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിനൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാം ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സീക്വൻഷ്യൽ ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ക്യൂ എടുക്കുകയാണെങ്കിലും സ്റ്റാക്ക് എടുക്കുകയാണെങ്കിലും ലിങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിലും ഒരു ലോജിക്കൽ സ്റ്റാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലോജിക്കൽ എൻഡ് ഉണ്ടായിരിക്കും അല്ലേ. സീക്വൻഷ്യൽ ആയിട്ടാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എലമെൻറ്റും പ്രീവിയസ് എലമെൻറ്റും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെയൊക്കെ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലീനിയർലി ആണ് ഡാറ്റേനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയാൻ പോകുന്നത് ട്രീനെ കുറിച്ചിട്ടാണ്. ട്രീം ഇതുപോലെ ഒരു ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹൈറാർക്കിക്കലി ആയിരിക്കും ഡാറ്റേനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൈറാർക്കിക്കൽ ഡാറ്റേനെ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ് ഒക്കെ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഈ ട്രീനെ കുറിച്ചിട്ടും ട്രീയുടെ കാറ്റഗറീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, tree represent the nodes connected by edges. It is used to represent hierarchical data. Hierarchical ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ട്രീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണാം നോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജസ് ഉണ്ട് അല്ലേ. ഈ സർക്കിളിൽ കാണിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ആരോസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓരോ നോഡിലോട്ടും ഡയറക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ബൈ ഡയറക്ഷണൽ അല്ല. ട്രീ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ അല്ല, സിംഗിൾ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ആരോനെ നമ്മൾ പറയുന്നതാണ് എഡ്ജസ്. ഓക്കെ, അപ്പോൾ നോഡ്സ് ഉണ്ടായിരിക്കും. ട്രീയുടെ ബേസിക് കോമ്പണൻസ് ആണ് നോഡ്സും അതുപോലെ തന്നെ എഡ്ജസും. ഓക്കെ, ട്രീനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറേ ടേംസ് ഉണ്ട്, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിലൊക്കെ ഇതൊക്കെ അറിഞ്ഞാലാണ് ഇനി നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓരോ ടേമും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? റൂട്ട്. എന്താണ് റൂട്ട്? അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ നോഡിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്. ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കാണാം ചിൽഡ്രൻ. എന്താണ് ചിൽഡ്രൻ? ഇപ്പോൾ 1 എന്ന് പറഞ്ഞ ഈ നോഡ് എടുക്കുമ്പോൾ ഈ നോഡിൻ്റെ ചിൽഡ്രൻ 2 and 3. അതുപോലെ 2ൻ്റെ ചിൽഡ്രൻ ആണ് 4 and 5. 3യുടെ ചിൽഡ്രൻ ആണ് 6 and 7. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ 4ൻ്റെയും 5ൻ്റെയും പാരൻ്റ് ആണ് 2, അതുപോലെ 2ൻ്റെയും 3ൻ്റെയും പാരൻ്റ് ആണ് 1. ഇങ്ങനെ നമുക്ക് പറയാം. നെക്സ്റ്റ് ആണ് സിബ്ലിംഗ്. സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നോക്കിയേ 4 and 5 ഈ രണ്ട് നോഡിൻ്റെയും പാരൻ്റ് സെയിം ആണ് അല്ലേ. 2 ആണ് 4ൻ്റെയും 5ൻ്റെയും പാരൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ 4നെയും 5നെയും സിബ്ലിങ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കി 6 and 7 എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആണ്. കാരണം 6ൻ്റെയും 7ൻ്റെയും പാരൻ്റ് സെയിം ആണ്. 3 ആണ് 6ൻ്റെയും 7ൻ്റെയും പാരൻ്റ്. 2ഉം 3യും സിബ്ലിങ്സ് ആണ്. 12, 13ഉം സിബ്ലിങ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം കസിൻസ് ഉണ്ട്. കസിൻസ് എന്ന് പറയുമ്പോൾ സെയിം പാരൻ്റ് ആയിരിക്കില്ല, പക്ഷേ ഗ്രാൻഡ് പാരൻ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 5 എന്ന് പറഞ്ഞാൽ നോഡ് എടുക്കുകയാണ്. ഈ 5ൻ്റെ ഗ്രാൻഡ് പാരൻ്റ് ആണ് 1 അല്ലേ. അതുപോലെ 6 എന്ന് പറഞ്ഞൊരു നോഡിനെ എടുക്കുകയാണെങ്കിൽ 6ൻ്റെ ഗ്രാൻഡ് പാരൻ്റ് ആണ് 1, പക്ഷേ 6ൻ്റെ പാരൻ്റ് 3 ആണ്, 5ൻ്റെ പാരൻ്റ് 2 ആണ്. രണ്ടുപേരുടെയും പാരൻ്റ് സെയിം അല്ല, പക്ഷേ ഗ്രാൻഡ് പാരൻ്റ് സെയിം ആണ്. അങ്ങനെയുള്ള നോഡിനെ നമ്മൾ കസിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിബ്ലിങ്സ് എന്താണെന്ന് മനസ്സിലായി, കസിൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ആണ് ലീഫ് നോഡ്. ലീഫ് നോഡ് ഈസ് എ നോഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ചൈൽഡ്. ഓക്കെ, ചൈൽഡ് ഇല്ലാത്ത നോഡ്സിനെയാണ് നമ്മൾ ലീഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി 8, 9, 10, 11, 12, 13, 14, 15 ഇതൊക്കെ ലീഫ് നോഡ്സ് ആണ്. ഇതിന് ചിൽഡ്രൻ ഇല്ല. പക്ഷേ 2നും 3യും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ചിൽഡ്രൻ ഉണ്ട് അല്ലേ. 2ൻ്റെ ചിൽഡ്രൻ ആണ് 4ഉം 5ഉം, 3ൻ്റെ ചിൽഡ്രൻ ആണ് 6ഉം 7ഉം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇൻറ്റേർണൽ നോഡ്സ് എന്നാണ് പറയുന്നത്. ചിൽഡ്രൻ ഇല്ലാത്ത നോഡ്സിനെ നമ്മൾ ലീഫ് നോഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ആണ് ആൻസിസ്റ്റർ ആൻഡ് ഡിസെൻഡൻറ്റ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 12 എന്ന് പറഞ്ഞൊരു നോഡ് എടുക്കുകയാണ്. ഈ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസിസ്റ്റേഴ്സ് ആണ് 6, 3, 1. നോഡ് 3യുടെ ഡിസെൻഡൻ്റ് ആണ് 12. അതുപോലെ ഇപ്പോൾ സപ്പോസ് 5 എടുക്കുകയാണെങ്കിൽ 5ൻ്റെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയാണ്? 2, 1. നോഡ് 10 അതുപോലെ തന്നെ നോഡ് 8 ഇതിൻ്റെ
കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൽ നോഡ് 8ൻ്റെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കുക 4 2 1 അല്ലേ? അതുപോലെ നോഡ് 10ൻ്റെ ആൻസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് 5 2 1. അപ്പോൾ ഇതിൽ കോമൺ ആൻസിസ്റ്റേഴ്സ് 8ൻ്റെയും 10ൻ്റെയും കോമൺ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക 1ഉം 2ഉം അല്ലേ? ഇതാണ് സബ്ട്രീസ്. സബ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിംഗിൾ ട്രീനെ നമുക്ക് 2 സബ്ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ റൂട്ട് നോഡ് അല്ലേ? ഈ റൂട്ട് നോഡ് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 2 റൂട്ടിലേക്കുള്ള പോയിൻ്ററാണ് നമ്മുടെ മെയിൻ റൂട്ട് നോഡിനുള്ളത് അല്ലേ? ഇപ്പോൾ ഇതിൽ 1 എന്ന് പറഞ്ഞ നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 2 എന്ന് പറഞ്ഞ റൂട്ട് നോഡിലേക്കാണ്, 3 എന്ന് പറഞ്ഞ റൂട്ട് നോഡിലേക്കാണ്. അതായത് ഇത് ലെഫ്റ്റ് സബ് ട്രീ ആണ്, ദെൻ ഇത് റൈറ്റ് സബ് ട്രീ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രീ എടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രീയുടെ ഫോമും കാണാം, റൈറ്റ് സൈഡിലും ഒരു ട്രീയുടെ ഫോമും കാണാം. ഇതാണ് നമ്മൾ സബ് ട്രീസ് എന്ന് പറയുന്നത്. ഒരു മെയിൻ ട്രീയുടെ സബ് ട്രീസ് ആണ് ഇതൊക്കെ. ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, റൈറ്റ് സബ് ട്രീ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പോയിൻ്റാണ് എ ട്രീ വിത്ത് n നോഡ്സ് ഹാസ് n-1 എഡ്ജസ് ഓർ ലിങ്ക്സ്. നമ്മൾ പറഞ്ഞു നോഡ്സ് എന്ന് പറയുന്നത് ഈ സർക്കിൾസിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നതാണ് നോഡ്സ്. അതുപോലെ തന്നെ ഈ ഏരോസിനെ നമ്മൾ എഡ്ജസ് ഓർ ലിങ്ക്സ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ n നോഡ്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. എ ട്രീ വിത്ത് 5 നോഡ്സ് കണ്ടെയ്ൻ ഹൗ മെനി എഡ്ജസ്? 5 - 1 edges will be there. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എത്ര നോഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 15 നോഡ്സ് ഉണ്ട്. 15 നോഡ്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? 15 - 1 14 എഡ്ജസ് ഉണ്ടായിരിക്കും. n നോഡ്സ് ഉള്ള ഒരു ട്രീക്ക് n-1 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ക്വസ്റ്റ്യൻസൊക്കെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ്സ് ആണ് ഡെപ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ട്രീ. ഡെപ്ത് ഓഫ് എ നോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ പാത്ത് ഫ്രം റൂട്ട് ടു എക്സ്. ഓക്കെ, അതായത് നോഡ് 3യുടെ ഡെപ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റൂട്ടിൽ നിന്ന് 3യിലേക്ക് എത്ര എഡ്ജ് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 3യുടെ ഡെപ്ത് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ 11ൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 അല്ലേ? 3 എഡ്ജസ് ആണുള്ളത്. റൂട്ടിൽ നിന്ന് 3 എഡ്ജസ് ആണ് 11ലോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 11 ആണ്. 4ൻ്റെ ഡെപ്ത് എന്തായിരിക്കും? അപ്പോൾ 1 2. 4ൻ്റെ ഡെപ്ത് 1 2 എഡ്ജസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഡെപ്ത് ഓഫ് റൂട്ട് നോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെപ്ത് ഓഫ് റൂട്ട് നോഡ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഡെപ്ത് ഓഫ് റൂട്ട് നോഡ് എപ്പോഴും 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടേമാണ് ഹൈറ്റ് ഓഫ് എ നോഡ്. ഹൈറ്റ് ഓഫ് എ നോഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം എക്സ് ടു എ ലീഫ്. അപ്പോൾ പർട്ടിക്കുലർ നോഡിൽ നിന്ന് ലീഫ് നോഡിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്ത്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 3 ആണ് ഹൈറ്റ് ഓഫ് 3 എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ നോഡിൽ നിന്ന് ലീഫ് നോഡിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്ത്, അതായത് എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 3യിൽ നിന്ന് ലീഫ് നോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലീഫ് നോഡ്. 8 9 10 11 അല്ലേ? ലീഫ് നോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ നോഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ ഇല്ലാത്ത നോഡ്സ് ആണ് ലീഫ് നോഡ്. അതിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്താണ് നോക്കേണ്ടത്. അപ്പോൾ 3 ഫസ്റ്റ് ഏരോ, ദെൻ ലീഫ് നോഡിലേക്കാണ് പോകുന്നത് 2. അപ്പോൾ ഇവിടെ 2 ഏരോസ് ആണുള്ളത്, 2 എഡ്ജ് ആണുള്ളത്. 2 എഡ്ജ് ആയ കാരണം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇനി റൂട്ട് നോഡിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയാൽ ലീഫ് നോഡിലോട്ട് 1 2 ദെൻ 3 അല്ലേ? 3 എഡ്ജസ് ആണ് ഇവിടെ ഉള്ളത്. റൂട്ട് നോഡിൻ്റെ ഹൈറ്റ് 3. റൂട്ട് നോഡിൻ്റെ ഹൈറ്റിനെ നമ്മൾ ട്രീയുടെ ഹൈറ്റ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കുക ട്രീയുടെ ഹൈറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ട്രീ തന്നിട്ട് ആ ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ട് നോഡിൽ നിന്ന് ലോങ്ങസ്റ്റ് പാത്ത് കാണാം ലീഫ് നോഡിലോട്ടുള്ളത്, അതായിരിക്കും ഹൈറ്റ് ഓഫ് ദി ട്രീ. ഇനി ലീഫ് നോഡിൻ്റെ ഹൈറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ റൂട്ട് നോഡിൻ്റെ ഡെപ്ത് 0 ആയിരിക്കുന്നു, അതുപോലെ തന്നെ ലീഫ് നോഡിൻ്റെ ഹൈറ്റ് ഇവിടെ 0 ആയിരിക്കും. ഇതൊക്കെ ബേസിക് ടേംസ് ആണ്, എന്തായാലും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രീയുടെ ബേസിക് ആയുള്ള ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി ട്രീന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ. ഓരോ ട്രീന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് എന്താണ് ബൈനറി ട്രീ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ബൈനറി ട്രീ എന്ന് പറയുന്നത് എ ട്രീ ഇൻ വിച്ച് ഈച്ച് നോഡ് ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ്
2 children, മാക്സിമം 2 ചൈൽഡ് ആയിരിക്കും ഒരു ബൈനറി ട്രീയിൽ ഉണ്ടായിരിക്കും. ഈ ഒരു ഫിഗർ നോക്കി, ഇതൊരു ബൈനറി ട്രീ ആണ്. ഇവിടെ 7 എന്ന് പറഞ്ഞൊരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് മാക്സിമം 2 ചിൽഡ്രൻ ഉണ്ട് അല്ലേ. ബൈനറി ട്രീനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നോക്കാം. ഇനി മെയിനായിട്ട് നമുക്ക് ട്രീയുടെ അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്ലിക്കേഷനിൽ മെയിൻ ഫസ്റ്റ് അപ്ലിക്കേഷനാണ് സ്റ്റോറിങ് നാച്ചുറലി ഹൈറാർക്കിക്കൽ ഡാറ്റ. അതായത് ഹൈറാർക്കിക്കൽ ഡാറ്റേനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ എടുക്കുകയാണെങ്കിൽ ഫയൽ സിസ്റ്റത്തിനൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ്. അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ട്രീ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഫോർ ക്വിക്ക് റിസർച്ച്, ഇൻസേർഷൻ, ഡിലീഷൻ. അതായത് നമുക്ക് ഡാറ്റ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് ട്രീ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബൈനറി സെർച്ച് ട്രീ ആയിട്ട് അതിന് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈനറി സെർച്ച് ട്രീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റാണ് ട്രൈ എന്ന് പറയുന്നത് ഡിക്ഷണറി ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ട്രൈ എന്ന് പറഞ്ഞൊരു ട്രീ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ഡൈനാമിക്കലി സ്പെൽ ചെക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ട്രൈ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട്. ദെൻ നെറ്റ്വർക്ക് റൂട്ടിംഗ് അൽഗോരിതത്തിലൊക്കെ നമ്മൾ ട്രീ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ബൈനറി ട്രീ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്നൊക്കെ എത്തുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്